നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. 2 ദിവസമായി വീട്ടിൽ വരാത്തത് എന്താണ് മോനെ എന്ന പാവ ഉമ്മ സ്നേഹത്തോടെ നൊന്ത് പ്രസവിച്ച പുത്രനോട് ഒന്ന് ചോദിച്ചു പോയി. അവൻ്റെ സിരകളിൽ ഒഴുകി തലച്ചോറ് മരവിപ്പിച്ച ലഹരിക്ക് ഉമ്മയുടെ സ്നേഹചോദ്യം ഒരു വലിയ തെറ്റായി മാറി. മൂർച്ചയേറിയ ആയുധത്താൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിന് വെട്ടി വീഴ്ത്തിയ മകൻ ഒന്നല്ല, ചോര വാർന്ന് മാതാവ് മരിക്കുന്നതുവരെയും അവൻ വെട്ടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നാട്. ഇങ്ങനെ മാറിപ്പോയി നമ്മുടെ കേരളം. താമരശ്ശേരി അടിവാര നിവാസിയായ സുബൈദയാണ് നൊന്ത് പ്രസവിച്ച സ്വന്തം മകനായ കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ആഷിഖിൻ്റെ വെട്ടേറ്റ് മരണമടഞ്ഞത്. മകൻ്റെ വെട്ടേറ്റ് അവസാന ശ്വാസമെടുക്കുമ്പോഴും ആ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എൻ്റെ മകന് ശിക്ഷ ലഭിക്കരുതേ, അവൻ തെറ്റുകളിൽ നിന്ന് മുക്തി നേടണേ പടച്ചോനെ എന്ന്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ സ്വർഗം നരകമായി മാറുന്നത്? ഏറ്റവും പുതിയ ലഹരി മരുന്നുകൾ കേരളത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. മദ്യത്തിനും കഞ്ചാവിനുമൊക്കെ മുകളിൽ MDMAയും സ്റ്റാമ്പുകളുമൊക്കെയായി യുവാക്കളെ, ഉമ്മയെയും കൂടപ്പിറപ്പുകളെയും പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിൽ ബോധം മരവിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും സുലഭമായി സിന്തറ്റിക് ഡ്രഗ്സ് ലഭ്യമാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും സ്ഥാനം പിടിക്കുകയാണ്. ഒരു കടുകുമണി വലിപ്പത്തിലുള്ള മയക്കുമരുന്നിനു വേണ്ടി ആരെയും കൊന്നു തള്ളാൻ ക്രൂരമാകുന്ന മനസാക്ഷിയില്ലായ്മയുടെ നാടായി മലയാള ദേശം മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം പണത്തിനു വേണ്ടി, സ്വർണത്തിനു വേണ്ടി സ്വന്തം മുത്തശ്ശിയെപ്പോലും വിഷം കൊടുത്ത് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മറ്റൊരു ക്രൂരത. പാലക്കാട് മണ്ണാർക്കാട്ടിലെ 71 വയസ്സ് പ്രായമുള്ള നബീസു ഉമ്മയെയാണ് സ്വന്തം പേരക്കുട്ടിയായ ബഷീറും ഇയാളുടെ ഭാര്യ ഫസീലയും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിലെ പ്രധാന പ്രതി ഫസീലയ്ക്ക് എത്ര നീചയായ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കണം. കൂട്ടുപ്രതിയായ ഭർത്താവ് ബഷീറിൻ്റെ ബാപ്പയെ ഇതിനു മുൻപ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഈ കൊലപാതക ശ്രമത്തിന് ഫസീലയ്ക്ക് 5 വർഷം കോടതി കഠിന തടവ് വിധിച്ചിരുന്നു. ഇവിടെ അവസാനിക്കുന്നില്ല ഫസീല എന്ന രാക്ഷസിയുടെ ക്രൂരത. തൃപ്പൂണിത്തുറ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ മുഖത്ത് മുളക് വെള്ളം സ്പ്രേ ചെയ്ത് മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലയും മേശയിലുണ്ടായിരുന്ന 10,000 രൂപയും ഫസീല കവർന്നെടുത്തു. ഭർത്താവിൻ്റെ മുത്തശ്ശിയെ വിഷം കൊടുത്ത് കൊന്നതും ഫസീലയുടെ മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കൊല്ലപ്പെട്ട നബീസ ഉമ്മയുടെ വീട്ടിൽ നിന്നും 43 പവൻ സ്വർണം ഫസീല മോഷ്ടിച്ചു. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഉമ്മ ഈ മോഷണം ബന്ധുക്കളെ അറിയിച്ചു. അതിനെ തുടർന്നാണ് ഫസീലയും ബഷീറും വളരെ ആസൂത്രിതമായി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത്. ബഷീറും ഫസീലയും വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാടുള്ള വീട്ടിലേക്ക് സ്നേഹം നടിച്ച് നബീസ് ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് രാത്രി തന്നെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയും ബലമായി വിഷം കുടിപ്പിച്ചും ഈ പാവ മുത്തശ്ശിയെ ഇവർ കൊലപ്പെടുത്തി. പിറ്റേന്ന് മൃതദേഹം ചെട്ടിപ്പടി ഭാഗത്ത് ഉപേക്ഷിച്ചു. മൃതദേഹത്തിന് സമീപത്തായി ഇവർ തന്നെ തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പും സൂക്ഷിച്ചു. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത നബീസ് ഉമ്മയുടെ കള്ള ആത്മഹത്യാ കുറിപ്പാണ് ഈ കൊലപാതകത്തിൽ പ്രതികളെ തിരിച്ചറിയുവാൻ ഉപയോഗപ്പെട്ട പ്രധാന തെളിവായി മാറിയത്. ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്നിട്ടും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമാണ് ഫസീലയ്ക്കും ഭർത്താവ് ബഷീറിനും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുവാൻ കാരണമായത്. ചെറുമകനെ എത്രയോ തവണ താരാട്ട് പാടി ഉറക്കിയ മുത്തശ്ശി, കൈപിടിച്ച് നടക്കാൻ ശീലിപ്പിച്ച സ്നേഹമയ്യായ വൃദ്ധ, അന്നമൂട്ടി വളർത്തിയ സ്വന്തം മുത്തശ്ശിയുടെ ജീവനെടുക്കാൻ തോന്നിയ കൊടും ക്രൂരനായ ചെറുമകനും, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഫസീല എന്ന പിശാചും ഒരിക്കലും ജയിൽ മോചിതർ ആകാതിരിക്കട്ടെ.